നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് റണ്ണറപ്പ് അനീഷിനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അനീഷിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ കണ്ടതും കേട്ടതും വിരൽ ചൂണ്ടുന്നത്. കല്യാണം ഉടനെയുണ്ട്, വീട്ടുകാരായിരിക്കും തീരുമാനിക്കുന്നത്. അനുമോളുമായി വീണ്ടും കണ്ടെന്ന് അനീഷ്. ഇനി വിശേഷങ്ങളിലേക്ക്. ബിഗ് ബോസിന് ശേഷം സ്പോൺസേഴ്സ് അനീഷിന് മാത്രം കൂടുതൽ സമ്മാനങ്ങൾ നൽകിയതും വാർത്തയായിരുന്നു. 10 ലക്ഷം കിട്ടിയതിന് പുറമെ മൈജി നൽകിയ സ്നേഹ സമ്മാനങ്ങളും അനീഷിന് ലഭിച്ചിരുന്നു. ബിഗ് ബോസിൽ കോമണറായി വന്ന് ലോകത്ത് ആകമാനമുള്ള മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ ആളാണ് അനീഷ് ടി.എ. പറയുന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത, സത്യസന്ധത, അതുപോലെ തന്നെ നിലപാടുകളിലെ സ്ഥിരത ഒക്കെയാണ് അനീഷിനെ മലയാളികൾ സ്വീകരിക്കാൻ കാരണം. ബിഗ് ബോസിന് ശേഷം തിരക്കുകളുടെ ലോകത്താണ് അനീഷ്. ഉദ്ഘാടനങ്ങൾ, റിയാലിറ്റി ഷോ വേദികൾ, അങ്ങനെ അനീഷും ഒരു താരമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ അടുത്താണ് അദ്ദേഹം ഐഡിയ സ്റ്റാർ സിംഗറിലും ഗസ്റ്റായിട്ട് എത്തിയത്. ഇപ്പോഴത്തെ വിവാഹത്തെക്കുറിച്ചും അനുമോളെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയാണ് അദ്ദേഹം. നല്ല ഒരാളെ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ് താൻ. ഒത്തുവന്നാൽ ഉറപ്പായി ഉടനെ വിവാഹം ഉണ്ടാകും. പെർഫെക്റ്റായ ഒരു മാച്ച് വന്നാൽ അത് നടക്കും. അത് നിങ്ങളെല്ലാവരെയും അറിയിക്കുമെന്നും അനീഷ് പറയുന്നു. വിവാഹം വീട്ടുകാർ കണ്ടെത്തുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞ അനീഷ് ബിഗ് ബോസിന് ശേഷം അനുമോളെ കണ്ടെന്നും ഒരു ഷേക്ക് ഹാൻഡ് നൽകിയതാണ് പിരിഞ്ഞതെന്നും കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ആരുമായി തനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എല്ലാവരുമായി നല്ലൊരു സൗഹൃദമുണ്ടെന്നും അനീഷ് കൂട്ടിച്ചേർത്തു. ഷാനവാസുമായുള്ള ബന്ധത്തെക്കുറിച്ചും അനീഷ് പറയുന്നുണ്ട്. ഒറ്റ സുഹൃത്താണ് ഷാനവാസ്. അത് മീഡിയയിലൂടെ കാണിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അനീഷ് കൂട്ടിച്ചേർത്തു. അത് തൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും അനീഷ് പറയുന്നു. ഷാനവാസും അങ്ങനെ തന്നെയാവും ആഗ്രഹിക്കുന്നത്. ഇനി അനീഷിൻ്റെ മറ്റൊരു വാർത്തയിലേക്ക്. സ്ത്രീ വിരുദ്ധനായ അനീഷാണോ ഈ പറയുന്നത്? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമുറപ്പിക്കുകയാണോ? പുതിയൊരു ന്യൂസ്. അനീഷ് ഇങ്ങനെയൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന പരമ്പരയുടെ പ്രോമോയിൽ വരികയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ചൂണ്ടിയാണ് വീഡിയോക്കിടയിലെ കമൻറ്റുകൾ. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ടോപ്പ് 3യിൽ അതൊരു കോമണർ വന്ന് മത്സരാർത്ഥി എന്ന സ്ഥാനമാണ് അനീഷ് സ്വന്തമാക്കിയത്. നാട്ടിലെത്തിയതിനു ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് അനീഷുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും. ഏഷ്യാനെറ്റിലെ ഒരു പരമ്പരയുടെ പ്രോമോയിൽ അനീഷ് പറയുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ആരാധകർക്കിടയിലെ ഇപ്പോഴത്തെ ചർച്ച. ബിഗ് ബോസ് സീസൺ 7ൻ്റെ ആദ്യ ദിവസം സ്ത്രീ വിരുദ്ധ പ്രസ്താവന അനീഷിൽ നിന്ന് വന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു. പല വിഷയങ്ങളിലും സമൂഹത്തിൽ പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ അത് ബിഗ് ബോസ് ചർച്ചയാക്കാൻ കൂടി വേണ്ടിയാണ് തൻ്റെ ബിഗ് ബോസിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞായിരുന്നു അനീഷിൻ്റെ ബിഗ് ബോസിലെ തുടക്കം. എന്നാൽ സീസൺ അവസാനിച്ചതിന് ശേഷം ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിലും സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ അനീഷ് പറഞ്ഞിരുന്നു. 6 മാസം സ്ത്രീകൾക്ക് മറ്റർനിറ്റി ലീവ് കൊടുക്കുന്നതിനോട് വിയോജിപ്പാണ്. എന്നാൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രിവിലേജാണത്. ഡെലിവറി സമയത്ത് ലീവ് അനുവദിക്കാം. സ്ത്രീകൾക്ക് 6 മാസം കൊടുക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കും 6 മാസം കൊടുക്കണം. എങ്ങനെയാണ് അന്ന് അഭിമുഖത്തിൽ അനീഷ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന പരമ്പരയുടെ പ്രോമോയിലാണ് അനീഷ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയം. സ്ത്രീകളെ അപമാനിക്കുന്ന, അവരുടെ മാനത്തിന് വില പറയുന്ന ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഈ സീരിയൽ. അങ്ങനെയാണ് പ്രോമോയിൽ അനീഷ് പറയുന്നത്. എന്നാൽ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള അനീഷ് ഇങ്ങനെയൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന പരമ്പരയുടെ പ്രോമോയിൽ വരികയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ചൂണ്ടിയാണ് വീഡിയോയ്ക്കിടയിൽ കമൻറ്റുകൾ. അനീഷിനെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സ്ത്രീ വിരുദ്ധനായ ചേട്ടനാണോ ഇങ്ങനെ പറയുന്നത് എന്നാണ് ഏഷ്യാനെറ്റ് പങ്കുവച്ച വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ പലരും ചോദിക്കുന്നത്. എന്നാൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറിയിട്ടുള്ളത് അനീഷ് ആണെന്ന് പറഞ്ഞാണ് അനീഷ് ആരാധകർ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ അനീഷിൻ്റെ പുതിയ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ അനീഷിന് എല്ലാവിധ ഭാവുകങ്ങളും നമുക്ക് നേരാം. താങ്ക് യു.